സെനിത്ത് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് മെയിൻ ആയിട്ട് എടുക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷന് നമ്മൾ ഫോക്കസ് പ്രോഗ്രാം എന്നാണ് പറയണത്. അതായത് DHIC ഫോക്കസ് പ്രോഗ്രാം സെനിത്ത് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാലോ നമ്മുടെ എക്സാം ഡേറ്റ് വന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ ഒട്ടും ടൈമില്ല പഠിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇപ്പൊ ചിലർക്ക് ഒന്നും അറിയാത്തതിലുണ്ടാവും, ചിലർ ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഒരു ഫോക്കസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സിലബസ് ഓറിയന്റ് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് എങ്ങനെയായാലും ആ ഒരു ഗോളിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ അതനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് DHIC ഫോക്കസ് പ്രോഗ്രാം? അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് ചെല്ലാം. അപ്പൊ നമ്മൾ എന്താണ് നോക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പേപ്പർ 1-ത്തെ അനാറ്റമി ആൻഡ് ഫിസിയോളജി, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കില്ലേ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ Q&A ആയിക്കോട്ടെ, ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്നത് സ്കെലിറ്റൽ സിസ്റ്റം ആണ്. അതായത് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക് സ്കെലിറ്റൽ സിസ്റ്റം ആണ്. അതും മാത്രമല്ല, അതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ അനാറ്റമിയുടെ സ്റ്റാർട്ടിങ് തന്നെ എന്താണ് അനാറ്റമി ഡെഫിനിഷൻസ്, കുറച്ച് സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ ടിഷ്യൂസ്, ഓർഗൻസ്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് സ്കെലിറ്റൽ സിസ്റ്റം വരുന്നത്. അതിനുശേഷം ജോയിന്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് മസ്കുലാർ സിസ്റ്റം, ദെൻ നെർവസ് സിസ്റ്റം, സ്പെഷ്യൽ സെൻസ് ഓർഗൻസ്, അതിൽ ഏതൊക്കെയാ വരുന്നത്? ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ. ദെൻ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം വരുന്നുണ്ട്, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, എക്സ്ക്രീറ്ററി, എൻഡോക്രൈൻ, റീപ്രൊഡക്റ്റീവ്. ഇങ്ങനെ ഒരു 10 മെയിൻ ടോപ്പിക് ആണ് നമ്മുടെ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ സെക്ഷൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അതായത് നമ്മളിപ്പോ കുറെ പഠിച്ചു പോയോണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ് അനുസരിച്ച് വേണം, അത് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. അത് മാത്രമല്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പാറ്റേണും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പൊ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ചൂസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്കൊരു ചോദ്യം തരും, അതേപോലെ ഒരു 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കുക. അതൊരു 10 മാർക്കിനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അറിയാലോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താണ്? അത് 5 മാർക്കിനും. പിന്നെ നെയിം ദ ഫോളോയിങ് 5 മാർക്കിനും. ദെൻ സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്, അതും 5 മാർക്കിനും. ആൻഡ് മാച്ച് ദ ഫോളോയിങ്, അതും 5 മാർക്കിനാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 1 വേർഡ്സ് വരുന്നത് 30 മാർക്കിനാണ് നിങ്ങൾക്ക് 1 വേർഡ്സ് വരുന്നത്. ആൻഡ് അതിൽ നിന്ന് തന്നെ നിങ്ങൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ, കാരണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ നമുക്ക് കുറച്ചും കൂടെ എഴുതാനായിട്ട്, അതായത് എക്സ്പാൻഡ് ദ ഫോളോയിങ്. നമുക്ക് 35-ലാണ് ട്ടോ വരുന്നത്, കാരണം എക്സ്പാൻഡ് ദ ഫോളോയിങ് ഉണ്ട്. അതായത് നമുക്ക് അറിയാലോ അബ്രിവേഷൻസ്, അത് നമുക്ക് ഓരോന്ന് തരും, നമ്മൾ അതിന്റെ ഫുൾ ഫോം എഴുതണം. അപ്പൊ അതും കൂടി ഉണ്ട് 5 മാർക്കിന്. അങ്ങനെ 35 മാർക്കാണ് നിങ്ങൾക്ക് എന്തിൽ വരുന്നത്? 1 വേർഡിൽ വരുന്നത്. ദെൻ റെസ്റ്റ് ഓഫ് ദ മാർക്സ് ആണ് എന്ത്? നിങ്ങൾക്ക് എസ് എഴുതാനും ഷോർട്ട് നോട്ട്സ് എഴുതാനും അതേപോലെ 2 to 3 സെന്റൻസിൽ എഴുതാനായിട്ട് വരുന്നത്. അതിൽ 2 to 3 സെന്റൻസ് 10 മാർക്കിനും, ഷോർട്ട് നോട്ട്സ് 25 മാർക്കിനും, അതേപോലെ എസ് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് വരിക, അത് 30 മാർക്കിലാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കിലാണ് എന്ത് വരുന്നത്? എക്സാം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. സോ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി ആയി നിൽക്കാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം ഉള്ളതുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കണം. ബിക്കോസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ഇപ്പൊ ഇത് മാത്രം പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓക്കെയാണ്. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കണം. അതായത് അരച്ച് കലക്കാന്ന് പറയില്ല, അതേപോലെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഇതിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്ന് കറക്റ്റ് ആൻസർ എടുക്കുക എന്നതാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ? നെർവ് ഓഫ് സ്മെല്ല്.
അപ്പൊ എന്താണ് സ്മെല്ലിനെ നമ്മൾ സഹായിക്കുന്ന നെർവ് ഏതാ? അതാണ്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്: ഒപ്റ്റിക്, ഓൾഫാക്ടറി, ഒക്യുലോ മോട്ടർ, ട്രൊക്ലിയർ. അങ്ങനെ 4 ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മക്കളെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടണം? ഓൾഫാക്ടറി ആണ് എന്തിന്റെ? നെർവ് ഓഫ് സ്മെല്ല്. അപ്പൊ ഇതാണ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ കുറച്ച് ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കിപ്പോവാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് റിബ്സ്. നമ്മുടെ ശരീരത്ത് എത്ര നമ്പർ ഓഫ് റിബ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്? 24 പെയർസ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, the process by which the uterus returns to its normal size after delivery. ഡെലിവറിക്ക് ശേഷം യൂട്രസ് നോർമൽ സൈസിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താ വിളിക്കുക? ഇൻവൊല്യൂഷൻ. ഓക്കെ. Then fourth question, the first heart sound is due to the closing of dash. എന്താണ്? എന്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഹാർട്ടിന്റെ ഫസ്റ്റ് സൗണ്ട് കേൾക്കുന്നത്? ഹാർട്ടിന് നമുക്ക് ലബ് ഡബ് എന്നൊക്കെ പറഞ്ഞ ശബ്ദം കേൾക്കും. അപ്പൊ ഫസ്റ്റ് സൗണ്ട് കേൾക്കുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവിന്റെ ക്ലോസിംഗിലാണ് ഫസ്റ്റ് സൗണ്ട് കേൾക്കുന്നത്. ദെൻ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻ. നമുക്ക് ചെറുപ്പം, അതായത് നമുക്കൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ് നമ്മുടെ ഹ്യൂമനിലെ എത്ര ക്രോമസോം ആണ്. അപ്പൊ അത് തെറ്റിക്കരുത്. 23 പെയർസ് ആണ് നമ്മുടെ ക്രോമസോംസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ബ്രെയിൻ സ്റ്റെം ഈസ് ഫോർമഡ് ബൈ ഓൾ. ബ്രെയിൻ സ്റ്റെം ഈസ് ഫോർമഡ് ബൈ ഓൾ എക്സെപ്റ്റ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബ്രെയിൻ സ്റ്റെം ഈസ് ഫോർമഡ് ബൈ ഓൾ എക്സെപ്റ്റ്. അതായത് എക്സെപ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്, ബ്രെയിൻ സ്റ്റെം ഫോം ചെയ്യുന്നേക്കുന്നല്ല. അപ്പൊ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വായിക്കണം. ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? മിഡ് ബ്രെയിൻ തന്നിട്ടുണ്ട്, മെഡുല തന്നിട്ടുണ്ട്, സെറിബെല്ലം തന്നിട്ടുണ്ട്, പോൺസ് തന്നിട്ടുണ്ട്. ഇതില് ബ്രെയിൻ സ്റ്റെം ഫോർമഡ് ചെയ്യാത്ത ആ ഒരു ഇത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതാണ്? സെറിബെല്ലം. തെറ്റരുത് കേട്ടോ. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നേക്കുന്നത്: ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾസ്. ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എത്രയാണ് ഡ്യൂറേഷൻ വേണ്ടത്? 0.8 സെക്കൻഡ്. ഇതിന്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ ഷോർട്ട് നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും നമുക്ക് അവിടെ വെച്ച് ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഡിസ്കഷൻ നടത്താം കേട്ടോ. ദെൻ നെക്സ്റ്റ് വന്നത് ആഡംസ് ആപ്പിൾ ഈസ് ഫോർമഡ് ബൈ. ആഡംസ് ആപ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷെ ആഡംസ് ആപ്പിൾ ഫോർമഡ് ബൈ ഏതാ? തൈറോയിഡ് കാർട്ടിലേജ് ആണോ, ക്രിഗോയിഡ് ആണോ, അരട്ടിനോയിഡ് ആണോ? ഏതാണ്? തൈറോയിഡ് കാർട്ടിലേജ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ് ബൈ. ഇൻസുലിൻ ആരാണ് മക്കളെ സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യണത് പാൻക്രിയാസ് ആണ്. തെറ്റരുത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ ഏതാ? ടോട്ടൽ പെയർ ഓഫ് ട്രൂ റിബ്സ്. എന്താണ് ടോട്ടൽ പെയർ ഓഫ് ട്രൂ റിബ്സ്? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നോക്കാം. ഇപ്പൊ നിങ്ങൾ ടോട്ടൽ പെയർ ഓഫ് ട്രൂ റിബ്സ് എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. അതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻ. Then plasma protein which is primarily responsible for maintain osmotic pressure. ഏതാണ്? ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്തിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്? മെയിൻറ്റെയിനിങ് ഓസ്മോട്ടിക് പ്രഷർ. ദെൻ CSF. CSF എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കൊറോയിഡ് പ്ലൂസസ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് വിച്ച് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഏതാ? AB പോസിറ്റീവ്. ഇനി ഇതും നല്ലൊരു ചോദ്യമാണ്. 15ാമത്തെ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ക്രേനിയൽ നെർവ്. ഏതാണ് മക്കളെ ലാർജസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്? ട്രയാജിമിനൽ നെർവ് ആണ് ലാർജസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ക്രേനിയൽ നെർവ്സ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കഷൻ ചെയ്യാം. ഇപ്പൊ ഇത് നോക്കാട്ടോ. ലാർജസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്? ട്രയാജിമിനൽ ക്രേനിയൽ നെർവ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. ഡെക്ട്രസർ മസിൽ. ഡെക്ട്രസർ മസിൽ എവിടെയാണ് കാണപ്പെടുന്നത്? യൂറിനറി ബ്ലാഡറിലാണ് ഡെക്ട്രസർ മസിൽ കാണപ്പെടുന്നത്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾ അതൊന്നും നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് റിബ്സ്. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ടോട്ടൽ നമ്പർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ 24 അല്ലെങ്കിൽ 12 എന്നൊക്കെ തരാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നമ്പർ ചോദിക്കുമ്പോൾ 24 റിബ്സ് ആൻഡ് പെയർ വൈസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 12 പെയർ. അത് നിങ്ങളുടെ
എന്താ പറയാ ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ചിലപ്പോൾ 12 പെയർസ് എന്നായിരിക്കും തരാം, അങ്ങനെയും തരാം. അപ്പൊ 24 റിബ്സിനും 12 പെയർസിനും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 24 റിബ്സ് ചൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, ബ്രെയിൻ സ്റ്റോം ഈസ് ഫോർമഡ് ബൈ. ബ്രെയിൻ സ്റ്റോം നമ്മൾ നേരത്തെ ബ്രെയിൻ സ്റ്റോം ഫോം ചെയ്യാത്തതാണ് നോക്കിയത്. ഇപ്പം ബ്രെയിൻ സ്റ്റോം എന്തിലൊക്കെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്, ഏത് വഴിയാണ്? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ, ഇവിടെയാണ് ബ്രെയിൻ സ്റ്റോം ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആഡംസ് ആപ്പിൾ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തൈറോയ്ഡ് കാർട്ടിലേജ്. 20th കുറച്ച് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പെക്സ് ബീറ്റ് ക്യാൻ ബി ഫെൽറ്റ് അറ്റ്, എവിടെയായിട്ടാണ് അപ്പെക്സ് ബീറ്റ് ഫെൽറ്റ് ചെയ്യുന്നത്? 5th ലെഫ്റ്റ് ഇന്റർ കോസ്റ്റൽ സ്പേസിലാണ്. ഇത് PSC ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പെക്സ് ബീറ്റ് ക്യാൻ ബി ഫെൽറ്റ് അറ്റ് എവിടെയാണ്? 5th ലെഫ്റ്റ് ഇന്റർ കോസ്റ്റൽ സ്പേസിലാണ് അപ്പെക്സ് ബീറ്റ് ഫോം ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ചൂസ് ദ റൈറ്റ് ആൻസറിൽ വരുന്നത്. ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്ത് 10 എണ്ണമായിരിക്കും വരാം കേട്ടോ. 10 മാർക്കിനാണ് വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇനി അംബ്ലിക്കൽ കോഡ് കണ്ടെയ്ൻസ്, അംബ്ലിക്കൽ കോഡ് എന്താ എല്ലാവർക്കും അറിയാലോ. അംബ്ലിക്കൽ കോഡിൽ എന്തൊക്കെയുണ്ട്? 2 ആർട്ടറീസ് ഉണ്ട്, ഒരു വെയിനും ഉണ്ട്. 2 ആർട്ടറീസ് ഉണ്ട്, ഒരു വെയിനും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ആർട്ടറി ഇൻ ദ ബോഡി, ബോഡിയിലെ മെയിൻ ആർട്ടറി ഏതാണ്? അയോട്ടയാണ് മെയിൻ ആർട്ടറി ഇൻ ദ ബോഡി എന്ന് പറയുന്നത്. ദെൻ യൂണിവേഴ്സൽ ഡോണർ ഫോർ ബ്ലഡ് ഗ്രൂപ്പ്, യൂണിവേഴ്സൽ ഡോണർ ആരാണ്? O ആണ് കേട്ടോ. തെറ്റിക്കരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. ദെൻ ഫോണ്ടനെല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ലാർജസ്റ്റ് ഫോണ്ടനെല്ല ഏതാണ്? ആന്റീരിയർ ആണ്. ലാർജസ്റ്റ് ഫോണ്ടനെല്ല എന്ന് പറയുന്നത് ഏതാണ്? ആന്റീരിയർ ആണ്. ഇനി അതേപോലെ തന്നെ ഒസിപ്പിറ്റൽ ഫോണ്ടനെല്ല ഉണ്ട്, അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് ഒസിപ്പിറ്റൽ ഫോണ്ടനെല്ല എന്ന് പറയുന്നത്. അത് സ്മോളസ്റ്റ് ആണ്. ലാർജസ്റ്റ് വേണ്ടത് ആന്റീരിയർ ആണ്. തെറ്റിപ്പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്, യു ക്യാൻ എക്സ്പെക്ട്. ദെൻ 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെപ്സിൻ ഈസ് സെക്രീറ്റഡ് ബൈ. പെപ്സിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? സ്റ്റമക്ക് ആണ് പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത് ലിപ്പേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചൂസ് ദ കറക്റ്റ് ആൻസർ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വരണം എന്ന് ഒരു നിർബന്ധം ഇല്ല, എന്നാൽ ഇത് വരാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിലുപരി അത് ഒരു കുറേ പഠിച്ചാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. നമുക്ക് വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം, ഈ 26 മാത്രം പഠിച്ചു പോയിട്ട് ഇതിൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ അർത്ഥമില്ല. ഇത് നിങ്ങൾക്ക് ഇതെങ്കിലും പഠിച്ചു പോകാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുക, എന്നിട്ട് പഠിക്കാം. സിലബസ് വെച്ച് തന്നെ പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാം. രണ്ടാമത്തെ സെക്ഷൻ എന്താ പറയുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ, ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഫില്ല് ചെയ്യുക, അത്ര തന്നെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. PH ഓഫ് നോർമൽ യൂറിൻ. ഈ നോർമൽ യൂറിന്റെ PH എത്രയാണ് മക്കളെ? 6 ആണ് നോർമൽ യൂറിന്റെ PH. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ PH ഓഫ് നോർമൽ യൂറിൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം റിപ്പീറ്റഡ്ലി വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നോക്കാം. അതേപോലെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? SA നോഡാണ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. ദെൻ സ്റ്റഡി ഓഫ് ബോൺസ് ഈസ് കോൾഡ് ഡാഷ്. സ്റ്റഡി ഓഫ് ബോൺസ് എന്നാണ് ഓസ്റ്റിയോളജി. ബോൺസ് മാത്രമല്ല, ഒരുപാട് സ്റ്റഡി ഓഫ് സെല്ല്, സ്റ്റഡി ഓഫ് മസിൽ, സ്റ്റഡി ഓഫ് ജോയിന്റ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോവാ. ദെൻ 4ാമത്തെ ചോദ്യം, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചത് വന്നിരിക്കും. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി ഏതാണ്? ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഹാസ് നോ ആന്റിബോഡി. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ആണ്. അതും നോക്കിയിട്ട് പോവാട്ടോ. ദെൻ there are dash pairs of സ്പൈനൽ നെർവ്സ്. എത്ര നമുക്ക് നെർവ്സ് ഉണ്ട് അല്ലെ? അപ്പൊ സ്പൈനൽ നെർവ്സ് എത്ര എണ്ണാണ് വന്നത്? 31 ആണ് നമുക്ക് സ്പൈനൽ നെർവുകൾ വരുന്നത്. ദെൻ ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഇസ് ഡ്യൂ ടു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഏട്രിയോവെൻട്രിക്കുലാർ വാൽവ്. ഇതൊക്കെ നമ്മൾ
റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കണ്ടോ, ആദ്യത്തേല് വന്നു, രണ്ടാമത്തേല് വന്നു. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആഡ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ റിപ്പീറ്റഡ്ലി വരുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ഡാഷ് കണക്ട്സ് മിഡിൽ ഇയർ വിത്ത് നാസോഫാരൻസ്. മിഡിൽ ഇയർ ആണ് കേട്ടോ, ഇയർ അല്ല, ഇയർ ആണ്. അപ്പൊ മിഡിൽ ഇയർ വിത്ത് നാസോഫാരൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാ? യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഇയറിലാണ് വരുന്നത്. ഇയർ ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ദെൻ ഫോർത്ത് വൺ ഈസ് റൈറ്റ് ലങ് സോറി ടൈഡൽ വോളിയം ഓഫ് ലങ് ഈസ് ഡാഷ് എം എൽ. അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. 500 ml ആണ് ടൈഡൽ വോളിയത്തിൽ വരുന്നത് കേട്ടോ. ദെൻ റൈറ്റ് ലങ് ഹാസ് ഡാഷ് ലോബ്. റൈറ്റ് ലങ്ങിൽ എത്ര ലോബ് ഉണ്ട്? 3 ലോബ് ഉണ്ട്. റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ റൈറ്റ് ലങ്ങിൽ എത്ര ലോബ് ഉണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ലങ്ങിൽ എത്ര ലോബ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ തെറ്റിപ്പോയത് ട്രൈ. അപ്പൊ അവിടെ തന്നെ ഒരു 3 എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, ഒരു വോയിസ് വരുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെ വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ റൈറ്റ് നോക്കുമ്പോൾ റൈ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു 3 എന്നൊക്കെ ഒരു കണക്ഷൻ വന്നില്ലേ? അപ്പൊ 3 ലോബുകളാണ് റൈറ്റ് ലങ്ങിൽ വരുന്നത് കേട്ടോ. ദെൻ വിഷ്വൽ ഏരിയ ലൈസ് ഇൻ ദ ഡാഷ് ലോബ് ഓഫ് സെറിബ്രം. അത് ഇമ്പോർട്ടന്റ് ആണ്. വിഷ്വൽ ഏരിയ എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഏത് ഇതിലാണ് വിഷ്വൽ ഏരിയ എന്ന് പറയുന്നത്? ഒസിപ്പിറ്റൽ ലോബിലാണ് കേട്ടോ. അതുപോലെ വിഷ്വൽ ഏരിയ മാത്രമല്ല, ഓഡിറ്ററി ഏരിയ, അങ്ങനെ കുറച്ചധികം ഏരിയാസുകൾ ഉണ്ട്. അപ്പൊ അതൊന്ന് നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ സെക്ഷൻ ഒന്ന് വായിച്ചു പോണത് നല്ലതായിരിക്കും. ദെൻ വരുന്നത് ഏതാ? ദ ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഹാസ് നോ ആന്റിബോഡി. കണ്ടോ, റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. AB ആണ്. ദെൻ മിഡിൽ ഇയർ ഹാസ് ഡാഷ് ബോൺ. മിഡിൽ ഇയറിൽ എത്ര ബോൺസുകൾ ഉണ്ടെന്ന് അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. മാലസ്, ഇൻകസ്, സ്റ്റേപ്സ്. 3 ബോൺസ് ആണ് വരുന്നത്. മാലസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഈ സ്റ്റേപ്സ് എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞു ബോണാണ് കേട്ടോ. അതും മേ ബി നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻ ന്യൂമറസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ന്യൂമറസ് ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതെന്താണ്? അതിന്റെ പേര് വില്ലസ്. ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്ക് ഈ എൻഡോക്രൈൻ ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഓൾ ദ ഗ്ലാൻസ് ഇൻ ദ ബോഡി ആർ കൺട്രോൾഡ് ബൈ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ്, അങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻസിന് ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട്. ഇതൊക്കെ ഡക്ട്ലെസ് ഗ്ലാൻസുകളാണ്. അപ്പോൾ ഈ എല്ലാ ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യേണ്ട ഒരൊറ്റ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദ മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ മാസ്റ്റർ ഗ്ലാൻഡ് ഏതാന്ന് ചോദിക്കും. അപ്പൊ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. ദെൻ 12th വൺ എന്താണ്? റോഡ്സ് ആൻഡ് കോൺസ് ആർ പ്രസന്റ് ഇൻ. നമുക്കറിയാം റോഡ്സ് ആൻഡ് കോൺസ് ആർ പ്രസന്റ് ഇൻ റെറ്റിന. മസിൽസ് ആർ കണക്റ്റഡ് ടു ബോൺസ് ബൈ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ് കേട്ടോ. മസിൽസ് ആർ കണക്റ്റഡ് ടു ബോൺസ് ബൈ ടെൻഡൻ. അതായത് മസിൽസിനെ ബോണായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ദെൻ ദ ലോവർ ജോ ഇസ് നോൺ ആസ്. ലോവർ ജോ ഏതാ? മാൻഡിബിൾ. അതും ഇമ്പോർട്ടന്റ് ആണ്. ലോവർ ജോ ഏതാണ്? മാൻഡിബിൾ. ദ നീ ജോയിന്റ് ഈസ് എക്സാമ്പിൾ ഓഫ്. ഏതാണ് നീ ജോയിന്റ്? എക്സാമ്പിൾ ഹിഞ്ച് ജോയിന്റ്. അപ്പൊ ഹിഞ്ച് ജോയിന്റ്സിനെ പറ്റി നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എന്തായാലും ഡിസ്കഷൻ ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ 2 സെക്ഷൻ നോക്കി കഴിഞ്ഞു. ഒന്ന് ചൂസ് ദ കറക്റ്റ് ആൻസറും അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും. അപ്പൊ നിങ്ങൾക്ക് ഇനി എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ എസ്സേ പഠിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ചോദിക്കാം. ഇത് തന്നെ ചോദിക്കണം എന്ന് ഒരു നിർബന്ധം കേട്ടോ. കിട്ടുന്നതൊക്കെ വായിച്ച് പോവാ. കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്താം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 3rd സെക്ഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് 3ാമത്തെ പാറ്റേൺ ആണ് നെയിം ദ ഫോളോയിങ് എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സിഗ്നറ്റ് റിംഗ് ഷേപ്പഡ് ലാറിഞ്ചൽ കാർട്ടിലേജ്. അതിന്റെ ആൻസർ എന്താണ്? ക്രിഗോയിഡ് കാർട്ടിലേജ്. ദ മെയിൻ പാൻക്രിയാറ്റിക് ഡക്ട് ഏതാ? ഡക്ട് ഓഫ് വിസ്റൻ. അപ്പൊ ഇതിന്റെയൊക്കെ പേരുകളാണ് കേട്ടോ നിങ്ങൾ ഈ നെയിം ദ ഫോളോയിങ്ങിൽ എഴുതേണ്ടത്. ഇനി 7th ക്രേനിയൽ നെർവ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ക്രേനിയൽ നെർവ്സ് പഠിക്കാനുണ്ട്. അപ്പൊ 7th ക്രേനിയൽ നെർവ് ഏതാണ്? ഫേഷ്യൽ നെർവ് ആണ് 7th ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 4th വൺ ഈസ് മെയിൽ സെക്സ് ഹോർമോൺ. ഒരുവിധം എല്ലാവർക്കും അറിയാം മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽ സെക്സ് ഹോർമോൺ. ദെൻ ലാർജസ്റ്റ് ബോൺ ഇൻ ദ ബോഡി.
അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാർജസ്റ്റ് ബോൺ ഇൻ ദ ബോഡി ഏതാ? ഫെമർ ആണ്. ഞാൻ ഓൾറെഡി സ്മോളസ്റ്റ് ബോൺ ഏതാന്ന് പറഞ്ഞു, സ്റ്റേപ്സ് ആണ്. അതേപോലെ ലാർജസ്റ്റ് ബോൺ ഏതാണ്? ഫെമർ ആണ്. നമ്മള് ഈ സ്കെൽറ്റൽ സിസ്റ്റവും ചെറുതായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബോൺസ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നെയിം ദ ഫോളോയിങ്ങിൽ വരുന്നത്. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ദ ഓർഗൺ വിച്ച് ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ബൈൽ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർഗൺ വിച്ച് ആക്ട് ആസ് റിസർവോയർ ഓഫ് ബൈൽ ഏതാണ് മക്കളെ? ഗോൾ ബ്ലാഡർ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെറസ് കവറിംഗ് ഓഫ് ലങ്സ്. സെറസ് കവറിംഗ് ഓഫ് ലങ്സ് ഏതാ? പ്ലൂറ. സെറസ് കവറിംഗ് ഓഫ് ലങ്സ് ഏതാ? പ്ലൂറ. ഓക്കെ, ഇനി അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, സെറസ് കവറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. അത് നല്ലൊരു ചോദ്യമാണ്. ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഏതാണ്? പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഏതാണ്? പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സലൈവറി ഗ്ലാൻഡ് കുറച്ച് അധികം ഉണ്ട്, സബ് മാൻഡിബുല, സബ് ലീഗ്വൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ് കേട്ടോ. ദെൻ ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ ബ്രെയിൻ, ഇമ്പോർട്ടൻറ്റ്. ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ ബ്രെയിൻ ഏതാ? നമുക്കറിയില്ലേ, ബ്രെയിനിൽ ഒരുപാട് പാർട്സുകൾ ഉണ്ട്. ഓരോ പാർട്സുകളും പല പല ഫങ്ഷൻസ് ആണ് നടത്തുന്നത്. അപ്പൊ ഹീറ്റ് റെഗുലേറ്റിംഗ് ചെയ്യുന്ന ആരാ? ഹൈപ്പോ തലാമസ് ആണ്. നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ ബ്രെയിൻ. ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ ബ്രെയിൻ ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അതേപോലെ ഞാൻ പറഞ്ഞു ബ്രെയിനിൽ ഒരുപാട് പാർട്സുകൾ ഉണ്ട്. അത് ഓരോന്നും ഓരോ ഫങ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇനി പറഞ്ഞതാ ദ ടേം ഫോർ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ. അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെനാർക്കി ആണ്. ആ നെയിം എന്തായാലും ഒന്ന് നോക്കി വെക്കാം. കാരണം മെയിൽ സെക്സ് ഹോർമോൺസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞു. സ്റ്റഡി ഓഫ് ജോയിന്റ്, സ്റ്റഡി ഓഫ് സെൽ, സ്റ്റഡി ഓഫ് മസിൽ, ഇതൊക്കെ നോക്കി വെക്കണം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് സ്റ്റഡി ഓഫ് ജോയിന്റ് ഏതാ? ആർത്രോളജി. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട്. ഞാൻ നോക്കട്ടെ. പിന്നെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ദ മെയിൻ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയുന്നത് ഏതാ? ഡക്ട് ഓഫ് വിസ്രങ്. ഏതാണ്? ഡക്ട് ഓഫ് വിസ്രങ്. ഇനി ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി ഓൾറെഡി പറഞ്ഞു, ലിവർ. ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ഇതൊക്കെ റിപ്പീറ്റഡ്ലി വന്ന വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുന്നതുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ്ലി വരുന്നേക്കുന്നത് കേട്ടോ. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബൈറ്റിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ബൈറ്റിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ദ ഫുഡ്. നിങ്ങൾക്ക് ഇത് 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിനൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ അവിടെ എൻസൈംസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏതാണ്? ബൈറ്റിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് ഏതാണ്? മാസ്റ്റിഗേഷൻ ആണ് ബൈറ്റിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി ദ ഹോർമോൺ ദാറ്റ് സ്റ്റിമുലേറ്റ് ലാക്ടേഷൻ, അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. ദ ഹോർമോൺ ദാറ്റ് സ്റ്റിമുലേറ്റ് ലാക്ടേഷൻ ഏതാ? പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ ആണ് ഹോർമോൺസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതാ? ദ സ്റ്റഡി ഓഫ് സെൽ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്റ്റഡി ഓഫ് മസിൽ, സ്റ്റഡി ഓഫ് ബോൺ, അങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റഡി ഓഫ് സെൽ ഏതാണ്? സൈറ്റോളജി. സാറിന് സ്റ്റോപ്പ് ചെയ്യോ? ഇതിനിപ്പോ ഫസ്റ്റ് തുടങ്ങി പറയണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ 17ാമത്തെ ചോദ്യമാണ്. ദ സ്റ്റഡി ഓഫ് സെല്ല്. അപ്പൊ സ്റ്റഡി ഓഫ് സെല്ല് ഏതാ? സൈറ്റോളജി ആണ് സ്റ്റഡി ഓഫ് സെല്ല് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് സ്റ്റഡി ഓഫ് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ദ ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ദ ബോഡി. ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ, അങ്ങനെ നിങ്ങൾ വിചാരിക്കും, അത് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ടിഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന്. നമ്മൾ നോക്കിയ അതിന്റെ ആൻസർ നോക്കിയ ബോൺ ആണ് ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ദ ബോഡി എന്ന് പറയുന്നത് കേട്ടോ.
ഇനി നമ്പർ ഓഫ് ടോട്ടൽ വെർട്ടിബ്രെ. നമ്പർ ഓഫ് ടോട്ടൽ വെർട്ടിബ്രെ, എത്ര വെർട്ടിബ്ര ആണ് നമുക്ക് വരുന്നത്? 33 വെർട്ടിബ്രാസ് ആണ് നമുക്ക് വരുന്നത്. അതില് നിങ്ങൾക്ക് ഓരോ വെർട്ടിബ്രസിനും, അതായത് ഇപ്പോൾ നമുക്ക് 5 ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ. സ്കെൽറ്റൽ സിസ്റ്റത്തിൽ പറയാം. ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രം, കോഗിക്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 5 ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ബോൺസുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടല് 33 പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കുഴപ്പിക്കലായിട്ട് ചോദിക്കാന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു 26 അല്ലെങ്കിൽ 33, ഒരു 28 അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട 26, 23, 24 ഇങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് ടോട്ടൽ വെർട്ടിബ്രേ. അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കും? കൺഫ്യൂഷൻ ആയില്ലേ? ഒന്നും കൺഫ്യൂഷൻ വേണ്ട. 26 ഇതിന്റെ ഒരു ആൻസർ ആണ്. അതായത് 33 ആൻസർ ആണ്, 26 ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ സംഭവം എന്ന്. അതായത് ലാസ്റ്റത്തെ 2 സാക്രവും കൊഗീക്സും. സാക്രത്തിൽ 5 ഉണ്ട്, അതേപോലെ കൊഗീക്സിൽ 4 ഉണ്ട്. ഇത് ഫ്യൂസ്ഡ് ആണ്, അതായത് ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുമ്പോൾ ഇതൊരു ഒറ്റ ബോണായിട്ടാണ് വരാം. ഏത്? സാക്രം ഒറ്റ ബോണായിട്ട് വരും, കൊഗിക്സും ഒറ്റ ബോണായിട്ട് വരും. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 26 പറയാം, അതേപോലെ 33 പറയാം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ലാർജസ്റ്റ് ബോൺ ഇൻ ദ ബോഡി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഫെമർ ആണ് ലാർജസ്റ്റ് ബോൺ ഇൻ ദ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സെക്ഷൻസ് കഴിഞ്ഞു കേട്ടോ. ഏതൊക്കെയായിരുന്നു? ചൂസ് ദ കറക്റ്റ് ആൻസർ കഴിഞ്ഞു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ നമ്മൾ ഏതായിരുന്നു? ചൂസ് ദ കറക്റ്റ് ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതേപോലെ നെയിം ദ ഫോളോയിങ്. 3 കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ഇത് ഇങ്ങനെയും അടുത്ത പാറ്റേൺ ആണ് കേട്ടോ. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. നോക്കിയേ, ആസ്റ്റിഗമാറ്റിസം ഈസ് ആൻ എറർ ഓഫ് റിഫ്രാക്ഷൻ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ് കേട്ടോ. ഇനി അടുത്ത് സർക്കിൾ ഓഫ് വില്ലസ് ഈസ് സീൻ ഇൻ ഹാർട്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അത് വരുന്നത് ഫോൾസ് ആണ്. കാരണം എന്താ? സർക്കിൾ ഓഫ് വില്ലസ് അപ്പൊ എവിടെയായിരിക്കും കാണുക? സർക്കിൾ ഓഫ് വില്ലസ് കാണുന്നത് നമ്മുടെ ബേസ് ഓഫ് ദ ബ്രെയിനിൽ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബേസ് ഓഫ് ദ ബ്രെയിനിലാണ് എന്ത് കാണുന്നത്? സർക്കിൾ ഓഫ് വില്ലസ് കാണുന്നത് കേട്ടോ, വില്ലിസ്. ഇനി ബൈൽ ഈസ് ആൻ ആൽക്കലൈൻ ഫ്ലൂയിഡ്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നാലാമത്തെ എന്താ? നെർവ് ഓഫ് സൈറ്റ് ഈസ് ഓൾ ഫാക്ടറി. നെർവ് ഓഫ് സൈറ്റ് ഓൾ ഫാക്ടറി ആണോ മക്കളെ? അല്ല. അപ്പൊ നെർവ് ഓഫ് സൈറ്റ് ഇത് ഒപ്റ്റിക് ആണ്. അപ്പൊ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി HCG എന്ന് പറയുന്ന ഹോർമോണ് പ്ലാസന്റ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് പ്രഗ്നൻസി ടൈമിൽ വന്നതാണ് കേട്ടോ. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ 5 നിങ്ങൾക്ക് സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസിൽ വരുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ ഒരു ടൈപ്പാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ 4 ടൈപ്പ് കഴിഞ്ഞു. ഇനി 5ാമത്തെ ടൈപ്പാണ് വരുന്നത് മാച്ച് ദ ഫോളോയിങ്. അത് ഈ ഒരു സെഗ്മെന്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് പല ടൈപ്പ് പല ഇതിലും വരാം. നിങ്ങൾക്ക് ഇതൊരു പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്നത് ഏതാ? അഡ്രീനൽ ഗ്ലാൻഡ് തന്നിട്ടുണ്ട്, സുപ്രാ പ്ലൂറൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ തന്നിട്ടുണ്ട്, സ്മൂത്ത് മസിൽ ആൻഡ് ADH. നെക്സ്റ്റില് സിപ്സൺ ഫാഷ്യ, ഡയബറ്റിസ് ഇൻസിപ്പിഡിസ്, ഇൻവോളണ്ടറി മസിൽ, അഡിസൺ ഡിസീസ്, മൈറ്റോകോൺട്രിയ, റൈബോസോം. അപ്പൊ ഇത് നമുക്ക് മാച്ച് ചെയ്യാം. അപ്പൊ ആദ്യത്തെ അഡ്രിനൽ ഗ്ലാൻഡിന് മാച്ച് ആയിട്ട് വരുന്നത് ഏതാ? അഡിസൺ ഡിസീസ്. അതായത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ അഭാവത്തിൽ വരുന്നതാണ് എന്ത്? അഡിസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി സുപ്രാ പ്ലൂറൽ മെംബ്രെയിൻ, രണ്ടാമത്തെയാണ് സുപ്രാ പ്ലൂറൽ മെംബ്രെയിൻ. അതേതാ? സിപ്സൺ ഫാഷ്യ. ദെൻ മൂന്നാമത്തെ പവർ ഹൗസ് ഓഫ് ദ സെൽ. പവർ ഹൗസ് ഓഫ് സെൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പവർ ഹൗസ് ഓഫ് സെൽ എന്ന് വിളിക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ്. സെല്ലിന്റെ ഉള്ളിലാണ് മൈറ്റോകോൺട്രിയ. അപ്പൊ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ. ഇനി നാലാമത്തെയാണ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ ഏതാ? സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ് കേട്ടോ. സ്മൂത്ത് മസിൽ ഇൻവോളണ്ടറി. ദെൻ ADH. ADH എന്ന് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡിസിന്റെ കണക്ഷൻ ആണ് കേട്ടോ, ADH എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരുവിധം ഒരു 30% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1 വേർഡ്സിന്റെ ലാസ്റ്റ് 5% ആണ് ഇത്. ഇത് നമുക്ക് എക്സ്പാൻഡ് ദ ഫോളോയിങ്.
അറിയാലോ, നിങ്ങൾക്ക് എന്താണെന്നറിയാം, എക്സ്പാൻഡ് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, ANS. ANS എന്താ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. അത് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നുള്ളത്. ഇനി GFR, ഗ്ലോമറുലസ് ഫിൽട്ടറേഷൻ റേറ്റ്. TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ADH, ആന്റി ഡ്യൂററ്റിക് ഹോർമോൺ. AFB, ആസിഡ് ഫാസ്റ്റ് ബാസില, ഇതും റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ACTH, അഡിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. PFT, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. Then CSF, cerebrospinal fluid. Ninth one is FSH, follicular stimulating hormone, അതും ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, follicular stimulating hormone. ICF, intracellular fluid. LH, luteinizing hormone. WBC, white blood cells. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വൺ വേർഡ്സിൽ വരുന്നത്, ഇത്രയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ 5 ടൈപ്പ്, അതായത് 35% ആണ് വൺ വേർഡ്സിൽ വരുന്നത്. ആ വൺ വേർഡ്സ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.